is an atrocious position, unbecoming of a responsible country, to state that anything happens as a result of a group of terrorists somewhere in the country, we would deem it as an action by these terrorists incited and transported or organized by Pakistan. Explain our collective approach towards terrorism, how India is dealing with terrorism, how India is a victim of terrorism. We want to explain these things abroad. We want you also to join. So far as our party is concerned, our party floor leader was approached of Rajya Sabha. He discussed with the party. But how BJP government behaved with other political parties? What is the democratic approach? They should inform the political parties. We want to send delegation. We want this many representatives from your party. എല്ലാവർക്കും നമസ്തേ. ഇപ്പോൾ നമ്മുടെ CPM അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി MA ബേബിയുടെ ജൽപ്പനങ്ങൾ ഇപ്പോൾ നിങ്ങൾ കേട്ടല്ലോ. അതിനെക്കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ ചർച്ച. അയാൾ പറയുന്നത് നിങ്ങളെല്ലാം വ്യക്തമായിട്ട് കേട്ടതാണ്. തീവ്രവാദികൾ ഇന്ത്യയിൽ ഒരു ഇതേപോലുള്ള അതിക്രമങ്ങൾ നടത്തുന്നതിന് പാകിസ്ഥാന്റെ യുദ്ധമായിട്ട് കണ്ട് നമ്മൾ പ്രതികരിക്കുമെന്ന് പറയുന്നതും തെറ്റാണെന്നാണ് ആ മാന്യൻ പറയുന്നത്. ഇതിൽ നിന്ന് തന്നെ ഈ CPM-കാര് എത്രമാത്രം രാജ്യദ്രോഹികളാണ്, അവരുടെ ഉള്ളിലെ രാജ്യദ്രോഹം എത്രമാത്രമാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. കാരണം നമുക്കെല്ലാം അറിയാം കാശ്മീരിലെ തീവ്രവാദ പ്രവർത്തനം എന്താണ് എന്നുള്ളത്. ഈ ലോകം മൊത്തം മനസ്സിലാക്കിയിരിക്കുന്ന കാര്യമാണ്. കുറെ തീവ്രവാദികളെ പാകിസ്ഥാൻ സർക്കാരും പാകിസ്ഥാൻ സൈന്യവും എല്ലാവിധ പരിശീലനങ്ങളും നൽകി, ഒളിപ്പോരുൾപ്പെടെയുള്ള പരിശീലനങ്ങൾ നൽകി നമ്മുടെ രാജ്യത്തിനെതിരായിട്ട്, നമ്മുടെ രാജ്യത്തെ ജനങ്ങൾക്കെതിരായിട്ട് പ്രവർത്തിക്കാൻ വേണ്ടി ഇന്ത്യയിലോട്ട് കയറ്റിവിടുന്നു. പട്ടാളം നേരിട്ട് യുദ്ധം ചെയ്യുന്നതിന് പകരം അതിനെക്കാട്ടി ഭീകരമാണ് ഇതേപോലെ തീവ്രവാദികളെ പരിശീലിപ്പിച്ച് ഒളിച്ചിരുന്നുള്ള ഒളിയുദ്ധം, അല്ലെങ്കിൽ നിഴൽ യുദ്ധം എന്നൊക്കെ നമുക്കിതിനെ വിളിക്കാം. ഇത് നമ്മുടെ രാജ്യത്തോട് ഉള്ള യുദ്ധം തന്നെയാണ് പാകിസ്ഥാൻ നടത്തുന്നത്. ഒരു വശത്ത് അവര് നമ്മുടെ രാജ്യത്തോട്ട് ഈ ഒളിപ്പോരാളികളെ അല്ലെ തീവ്രവാദികളെ അല്ലെങ്കിൽ ഭീകരവാദികളെ കയറ്റിവിടുന്ന പാകിസ്ഥാന്റെ സൈന്യം തന്നെയാണ് നമ്മുടെ രാജ്യത്തോട്ട് കയറ്റി വിടുന്നത്. ഇത് നമ്മുടെ രാജ്യത്തോടുള്ള യുദ്ധമല്ലെന്നും നമ്മളിപ്പോൾ ആ ഓപ്പറേഷൻ സിന്ദൂർ നടത്തിയത് തെറ്റാണെന്നും ഒക്കെയാണ് ഈ വിദ്വാൻ വിളിച്ചു പറയുന്നത്. അപ്പോൾ ഇതും പറഞ്ഞു, ഇതിനെതിരെ നമ്മൾ പാകിസ്ഥാന്റെ ഇത്തരം നടപടിക്കെതിരെ നമ്മൾ ലോകത്തിന് മൊത്തം ഈ യാഥാർത്ഥ്യം പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടി സംഘങ്ങളെ അയച്ചിരുന്നു. അതും തെറ്റാണെന്നാണ് അയാളുടെ ഭാഷ്യം. എന്താ കഥ? ഈ നമ്മുടെ രാജ്യത്ത് പ്രവർത്തിച്ചുകൊണ്ട്, നമ്മുടെ രാജ്യത്തിൻ്റെ ഉപ്പും ചോറും തിന്നുകൊണ്ട് നമ്മുടെ രാജ്യത്തിനെതിരായിട്ട് പ്രവർത്തിക്കുക എന്ന് പറഞ്ഞാൽ ഏത് രീതിയിലാണ് നമ്മൾ അംഗീകരിക്കേണ്ടത്? അത് തികച്ചും രാജ്യദ്രോഹ പ്രവർത്തനമല്ലേ? ഒരു ശത്രുരാജ്യം നമുക്കെതിരെ ഇതേപോലുള്ള ഒളിയുദ്ധം നടത്തിയാൽ അതിനെതിരെ നമ്മൾ നടപടിയെടുക്കുന്നത് തെറ്റാണത്രേ. അവിടെ പാകിസ്ഥാനിൽ ഉണ്ടായിരുന്ന തീവ്രവാദി ക്യാമ്പുകൾ നമ്മൾ തകർത്തു. അതിനെതിരെ നമുക്ക് എതിരെ ആ തീവ്രവാദി, നമ്മൾ മറ്റൊന്നും ചെയ്തില്ല, തീവ്രവാദി ക്യാമ്പുകൾ മാത്രമാണ് തകർത്തത്. പാകിസ്ഥാൻ സൈന്യവും പാകിസ്ഥാൻ സർക്കാരും നേരിട്ട് ഇവർക്ക് സഹായം ചെയ്തു കൊടുക്കുന്ന ഭീകര ക്യാമ്പുകൾ മാത്രമാണ് നമ്മൾ തകർത്തത്. അതിന് പ്രതീകാരമായിട്ട് നമുക്കെതിരെ യുദ്ധം ചെയ്യാൻ ഇവർ തയ്യാറായി.
അവരെ നമ്മൾ തടഞ്ഞു. അവര് നമുക്കെതിരെ ആക്രമിക്കാൻ, നമ്മുടെ രാജ്യത്തെ ആക്രമിക്കാൻ ശ്രമിച്ചപ്പോൾ മിസൈലുകളും ഡ്രോണുകളും എല്ലാം അയച്ച് ആക്രമിക്കാൻ ശ്രമിച്ചപ്പോൾ നമ്മൾ ശക്തമായിട്ട് അതിനെ പ്രതിരോധിക്കുകയും അതിനെ നിർവീര്യമാക്കുകയും ചെയ്തു. അവരുടെ എല്ലാ തന്ത്രങ്ങളെ നമ്മൾ ഇല്ലാതാക്കി. പിന്നീട് അവർക്ക് വേണ്ട തക്കതായ മറുപടിയും കൊടുത്തു. അവരുടെ പല സൈനിക കേന്ദ്രങ്ങളും ആക്രമിച്ച് നമ്മൾ നശിപ്പിച്ചു. ഇതൊക്കെ തെറ്റാണ് എന്നാണ് CPM-ന്റെ നേതാവ്, അവരുടെ പരമാധികാരി വിളിച്ചു പറയുന്നത്. ഇത് ഈ രാജ്യത്തല്ലാതെ, നമ്മുടെ ഈ ഭാരത രാജ്യത്തല്ലാതെ വേറെ ഏതെങ്കിലും ഒരു രാജ്യത്ത് ഇത് നടക്കൂ? ആ രാജ്യത്ത് നിന്നുകൊണ്ട് ആ രാജ്യത്തിനെതിരെ പറയുക, ആ രാജ്യത്തിന്റെ നടപടികൾക്കെതിരെ പറയുക. ഇത് രാജ്യദ്രോഹമല്ലാതെ പിന്നെ എന്താണ്? ഇത് മറ്റൊരു രാജ്യത്തായിരുന്നു അപ്പോൾ അയാൾ അറസ്റ്റിലായേനേമായിരുന്നു. എന്നാൽ നമ്മുടെ രാജ്യത്ത് ചില ഈ ആവശ്യമില്ലാത്ത ഇടപെടലുകൾ കോടതികളിൽ നിന്നുണ്ടാകും എന്നുള്ളത് കൊണ്ട് ഇയാൾ ഇതുപോലുള്ള വിളിച്ചു പറയാൻ ധൈര്യപ്പെടും. കാരണം ഇയാളെ അറസ്റ്റ് ചെയ്ത് ഇയാളുടെ പേരിൽ നടപടികളുമായിട്ട് മുന്നോട്ട് പോകാൻ ശ്രമിച്ചാൽ കോടതി ഇടപെടും. കോടതി പറയും ഇതൊന്നും തെറ്റല്ല, അയാളുടെ അഭിപ്രായ സ്വാതന്ത്ര്യമാണ് എന്നേ പറയത്തുള്ളൂ. അതുകൊണ്ട് അയാൾക്കെതിരെ നടപടികൾ പാടില്ല, അയാളെ അറസ്റ്റ് ചെയ്യാൻ പാടില്ല എന്ന് ആണ് നമ്മുടെ ഇവിടുത്തെ കോടതികൾ പറയുക. അതുകൊണ്ട് തീർച്ചയായും ഇത്തരക്കാരെ നമ്മൾ തിരിച്ചറിയണം. ഇത്തരം രാഷ്ട്രീയക്കാരെ, ഇത്തരം രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ ജനങ്ങൾ തിരിച്ചറിയണം. ഇവരൊക്കെ നമ്മുടെ രാജ്യത്തിനും നമ്മുടെ അഖണ്ഡതയ്ക്കും നമ്മുടെ ജനങ്ങൾക്കും എത്രമാത്രം എതിരായിട്ട് നിൽക്കുന്നവരാണെന്നുള്ള കാര്യവും നമ്മൾ മനസ്സിലാക്കുക. ഇവർക്കെതിരെ ഒന്നും കോടതിയിൽ കൂടി നമുക്ക് ശിക്ഷാ നടപടികൾ സ്വീകരിക്കാൻ കഴിയില്ല. കാരണം കോടതികൾ എപ്പോഴും ഇതുപോലുള്ളവർക്ക് അനുകൂലമായിട്ടാണ് നിൽക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ ജനങ്ങളുടെ കോടതി എന്ന് പറയുന്നത് ജനാധിപത്യമാണ്, തെരഞ്ഞെടുപ്പാണ്. ഇത്തരം രാഷ്ട്രീയ പാർട്ടികളെ ആ ജനകീയ കോടതികളിൽ, അതായത് ജനാധിപത്യമെന്ന ആ കോടതിയിൽ വെച്ച് ഇത്തരം രാഷ്ട്രീയ പാർട്ടികളെ നമ്മൾ ശിക്ഷിക്കുകയാണ് വേണ്ടത്. അവരൊന്നും ഇനി നമ്മുടെ രാജ്യത്ത് ഭരണത്തിന് വരണ്ട. രാജ്യത്തിന് എതിരെ പറയുന്നവരും രാജ്യത്തിനെതിരായിട്ട് പ്രവർത്തിക്കുന്നവരും നമ്മളെ ഭരിക്കേണ്ട. നമ്മളുടെ ഭരണസാരഥ്യം അവരെ ഒരിക്കലും ഏൽപ്പിക്കാതിരിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം ഇത്തരക്കാരാണ് ഭരിക്കുന്നത് എന്നുണ്ടെങ്കിൽ നമ്മുടെ രാജ്യത്തിന്റെ അവസ്ഥ എന്തായിരിക്കും എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുക. ഇവർ തീർച്ചയായും ഇതേപോലുള്ള ശത്രു രാജ്യങ്ങൾക്ക്, പാകിസ്ഥാൻ, ചൈന ഇതുപോലുള്ള ശത്രു രാജ്യങ്ങൾക്ക് നമ്മുടെ രാജ്യത്തിനെ അടിയറ വെക്കും. നമ്മുടെ രാജ്യം ഭാരതം എന്ന സങ്കല്പം ഇല്ലാതാകും. ഭാരതം എന്ന രാജ്യം എന്നേക്കുമായി ഇല്ലാതാകും എന്നുള്ള കാര്യം നമ്മൾ ചിന്തിക്കുക. അതിനാൽ ഇത്തരം രാഷ്ട്രീയ പാർട്ടി എന്ന് പറയുന്നു എന്നുള്ളതല്ലാതെ അവര് രാഷ്ട്രീയ പാർട്ടി എന്ന് നമുക്ക് കണക്കുകൂട്ടാകത്തില്ല. കാരണം അവര് ഒരു വിപ്ലവ പ്രസ്ഥാനമാണ്. അവരുടെ എന്താണ് അതിന് പറയുന്നത്, അവരുടെ ലക്ഷ്യം തന്നെ വിപ്ലവത്തിൽ കൂടി അധികാരം പിടിച്ചെടുക്കുക. അതായത് അവര് പറയുന്നത് അവര് തൊഴിലാളി പാർട്ടിയാണെന്ന് പറയുന്നു, തൊഴിലാളി വർഗ പാർട്ടിയാണെന്നാണ് പറയുന്നത്. അതല്ല എന്നുള്ളത് നമുക്കറിയാം. വർഗശത്രുക്കളെ ഉന്മൂലനം ചെയ്യുക എന്നുള്ളതാണ് അവരുടെ സിദ്ധാന്തം തന്നെ, ഉന്മൂലന സിദ്ധാന്തം. അപ്പോൾ അവരൊരിക്കലും ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്നവരല്ല, ജനാധിപത്യ പാർട്ടിയല്ല. അവരുടെ പാർട്ടിക്ക് തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു നേതാവല്ല ഉള്ളത്. ജനറൽ സെക്രട്ടറി എന്നുള്ള ഒരു സ്ഥാനത്ത്, ആ പാർട്ടിക്ക് അധ്യക്ഷനൊന്നുമില്ല, ഒറ്റ ഒരു പദവി. മറ്റു പാർട്ടികൾക്കുണ്ട് പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റുമാരുണ്ട്, ജനറൽ സെക്രട്ടറി ഉണ്ട്, സെക്രട്ടറിമാരുണ്ട്, ട്രഷററുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ CPM-ന് ഇതൊന്നുമില്ല. ജനറൽ സെക്രട്ടറി എന്ന് പറയുന്ന ഒരു പദവി മാത്രം. അതാണ് പരമാധികാരി. അതാണ് പാർട്ടി ഭരിക്കുന്നതും
ഒരു രാജ്യത്തിന്റെ അധികാരം കിട്ടിയാൽ ആ ജനറൽ സെക്രട്ടറി ആയിരിക്കും ആ രാജ്യത്തിന്റെ ഭരണാധികാരി. നമ്മൾ ചൈനയിൽ കാണുന്നുണ്ട്, ഉത്തര കൊറിയയിലൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ ഒരു ജനാധിപത്യ സംവിധാനത്തിന് ഇത് തന്നെ ഈ ദോഷകരമായിട്ടുള്ള ഒരു പ്രസ്ഥാനങ്ങളാണ് ഈ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ, CPI ആയാലും CPM. ഇത്തരക്കാര് നമ്മുടെ രാജ്യത്തിന് എത്രമാത്രം ഭീഷണിയാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കിക്കൊണ്ട് വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ ഇത്തരം പ്രസ്ഥാനങ്ങളെ അവരെ പൂജ്യന്മാരാക്കി വിടുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. എന്തായാലും നമുക്കറിയാം അവരെ പൂജ്യന്മാരാക്കാൻ പറ്റത്തില്ലെന്ന്. പൂജ്യന്മാരെന്ന് പറഞ്ഞാൽ അവർക്ക് പാർട്ടിക്ക് അല്ല, അവരെ പൂജിക്കപ്പെടേണ്ടവരെന്നുള്ള ഉദ്ദേശത്തിലല്ല ഞാൻ ഈ പൂജ്യന്മാരെന്ന് പറഞ്ഞത്. എന്നുവെച്ചാൽ ഒരിക്കലും അവരെ പൂജിക്കപ്പെടാനല്ല, അവരെ പിന്നെ സ്നേഹത്തോടു കൂടി പോലും നമുക്ക് അവരെ സമീപിക്കാൻ പറ്റാത്ത ആൾക്കാരാണ് ഇവര്. കാരണം അവരുടെ മനസ്സത്തരമാണ്. അവസരം കിട്ടിയാൽ എങ്ങനെ നമ്മളെ ഇല്ലാതാക്കാം എന്നുവെച്ചാൽ അവരുടെ വർഗശത്രുവാണ് അവർക്ക്. ആ വർഗശത്രുക്കളെ എങ്ങനെ ഇല്ലാതാക്കാം, ഒന്നിൽ നമ്മൾ അവരുടെ കൂടെ കൂടുക, അല്ലെന്നുണ്ടെങ്കിൽ നമ്മളെ ഇല്ലാതാക്കുക എന്നുള്ളതാണ് അവരുടെ ഇത്. അപ്പോൾ ഒരു സ്നേഹത്തോടു കൂടി പോലും അവര് നമ്മുടെ സമൂഹത്തിനോട് ഇടപെടുന്നവരല്ല ഈ കമ്മ്യൂണിസ്റ്റുകാരെന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ളവരെ നമ്മൾ അടുത്ത തെരഞ്ഞെടുപ്പിൽ ഈ രാജ്യവിരുദ്ധ പ്രവർത്തനം, നമ്മുടെ ഈ ദേശവിരുദ്ധ ജനവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്ന ഇവരെ നമ്മൾ മറുപടി കൊടുക്കേണ്ടത് അടുത്ത തെരഞ്ഞെടുപ്പുകളിലൂടെയാണെന്നുള്ള കാര്യം നമ്മൾ എപ്പോഴും ഓർത്തിരിക്കുക. ഇല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിന്റെ കാര്യം നമുക്ക് പറയാമല്ലോ, നമ്മുടെ ശരീരത്തെ എവിടെയെങ്കിലും ഒരു ഭാഗത്തൊരു മുറിവുണ്ടായാൽ ആ മുറിവ് നമ്മുടെ ശരീരത്തിനെ മൊത്തത്തിൽ അത് വേദനിപ്പിക്കും എന്ന് പറയുന്നതിൻ്റെ കൂട്ടാണ് നമ്മുടെ രാഷ്ട്ര ശരീരത്തിലെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഇതേപോലുള്ള ഒരു പ്രസ്ഥാനം നിലനിന്നു കഴിഞ്ഞാൽ ആ രാഷ്ട്ര ശരീരത്തിന് എപ്പോഴും അതൊരു വേദന ഉണ്ടാക്കുന്ന കാര്യമാണെന്നുള്ള കാര്യം മാത്രം നമ്മൾ ചിന്തിക്കുക, അതനുസരിച്ച് പ്രവർത്തിക്കുക. ഇനി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ അമർത്താനും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യാനും മറക്കരുത്.